വയനാട്ടിലെ ദുരിതബാധിതർക്ക് നാട് മുഴുവൻ സഹായവുമായി എത്തിയപ്പോൾ ഷൈലോക്കിനെ വെല്ലുന്ന ക്രൂര മനസ്സോടെ അവർക്ക് കിട്ടിയ ആശ്വാസധനം ഒറ്റയടിക്ക് കൊള്ളയടിച്ചിരിക്കുകയാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ ബാങ്ക് വായ്പാ തിരിച്ചടവ് ഉടൻ ഉണ്ടാകില്ലെന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയുടെയും സർക്കാരിന്റെയും ഉറപ്പ് അങ്ങനെ പാഴ്വാക്കായി. ചൂരൽമലയിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരിൽ നിന്ന് ബാങ്ക് കൃത്യമായി EMI പിടിച്ചു. സർക്കാരിൽ നിന്നുള്ള അടിയന്തര ധനസഹായം അക്കൗണ്ടിൽ വന്ന ഉടനെയാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്ന തുക ബാങ്കുകാർ ഒറ്റയടിക്ക് വലിച്ചുകൊണ്ടുപോയത്. വീട് പണിക്ക് വേണ്ടി ചൂരൽമലയിലെ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പ എടുത്തതാണ് പുഞ്ചിരിമട്ടത്തെ മിനിമോൾ. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് നിന്നും തൽക്കാലത്തേക്ക് വായ്പാ തിരിച്ചടവ് പിടിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അക്കൗണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് പണം പോയതിന്റെ അങ്കലാപ്പിലാണ് മിനിമോൾ. ഇതൊരാളുടെ മാത്രം പ്രശ്നമല്ല. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ വായ്പക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഗ്രാമീൺ ബാങ്കിനെയാണ്. ഉരുൾപൊട്ടലിനിരയായ ഈ പാവപ്പെട്ടവരുടെ പണമാണ് സർക്കാർ സഹായം വന്ന ഉടനെ ബാങ്കുകാർ പിടിച്ചെടുത്തിരിക്കുന്നത്. പശുക്കളെ വാങ്ങാനാണ് കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ഉരുൾപൊട്ടൽ ബാധിതനായ രാജേഷ് വായ്പ എടുത്തിരുന്നത്. വീടും പശുക്കളുമെല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ജീവൻ മാത്രം ബാക്കിയായി. അക്കൗണ്ടിലേക്ക് സർക്കാരിൽ നിന്നുള്ള അടിയന്തര ധനസഹായം എത്തിയതിന് പിന്നാലെ പക്ഷേ തിരിച്ചടയ്ക്കാനുള്ള തുക ബാങ്ക് കൃത്യമായി പിടിച്ചു. ബാങ്കുകൾ വായ്പ എഴുതി തള്ളിയില്ല എങ്കിലും തിരിച്ചടവിന് കുറച്ച് സാവകാശമെങ്കിലും തരണമെന്നാണ് ദുരിതബാധിതരുടെ ആവശ്യം. എന്നാൽ SLBCയുടെ വിശദ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്നാണ് ഗ്രാമീൺ ബാങ്കിന്റെ വിശദീകരണം. അതേസമയം വയനാട് ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായം അക്കൗണ്ടിൽ വന്ന ഉടനെ ചൂരൽമലയിലെ ഗ്രാമീൺ ബാങ്ക് EMI പിടിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കലക്ടറുടെ നിർദ്ദേശം. വിഷയം പരിശോധിക്കുന്നതായി ജില്ലാ കലക്ടറുടെ ഓഫീസും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.